ഇന്ദിരാഗാന്ധിക്ക് ഒരു ഫോൺ കോൾ വന്നു വൈറ്റ് ഹൗസിൽ നിന്ന്. എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം, ഇല്ല എങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ 7ാം കപ്പൽ പടയെത്തുമെന്ന മുന്നറിയിപ്പ്. പാകിസ്ഥാന് വേണ്ടി കപ്പൽ വിടാം, വിടാതിരിക്കാം, പക്ഷേ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മറുപടി. ഭവൻ എന്ന വീട്ടിൽ അച്ഛൻ നെഹ്റുവും മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവും നൽകിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൈമുതലായാണ് ഇന്ദിര പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. അതും മൊറാർജി ദേശായി എന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിനെ തോൽപ്പിച്ചുകൊണ്ട്. പൊതുസദസ്സുകളിൽ സംസാരിക്കാൻ പോലും കഴിവില്ലാതെ നിന്ന് പരുങ്ങിയിരുന്ന ഇന്ദിരയെ ഗൂംഗി ഖുഡിയ അഥവാ മിണ്ടാട്ടമില്ലാത്ത പാവക്കുട്ടി എന്നാണ് റാം മനോഹർ ലോഹ്യ വിശേഷിപ്പിച്ചത്. പക്ഷേ ഗൂംഗി ഖുഡിയയിൽ നിന്ന് ദുർഗയിലേക്കുള്ള പരിവർത്തനം. ഇന്ദിര എന്നാൽ ഇന്ത്യയും, ഇന്ത്യ എന്നാൽ ഇന്ദിരയുമായ കാലം 1971. നിലവിൽ വന്നത് മുതൽ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ അകൽച്ചയിലായിരുന്നു. സൈന്യം നിയന്ത്രിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാൻ സാമ്പത്തികമായും സാമൂഹികമായും എന്നും മുന്നിൽ. ഈ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടമാണ് ബംഗ്ലാദേശ് യുദ്ധമായി മാറിയത്. പാകിസ്ഥാൻ ने हमारे ऊपर एक हमला किया. अब ये बांग्लादेश पर जो पश्चिमी पाकिस्तान की लड़ाई थी, वो लड़ाई भारत पर भी आ गई है. हम सबों को हिम्मत दिखानी है, दृढ़ता दिखानी है, एकता दिखानी है और इस चुनौती का सामना जोरों से करना है. मुझे ज़रा भी संदेह नहीं है कि विजयी भारत की जनता की, भारत की बहादुर सेना की होगी. ആ കാലഘട്ടത്തിന് ചരിത്രത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തിയും ഏറെയാണ്. മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ അധികാരത്തിൽ തിരിച്ചെത്തിയ കാലം. കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടം ശക്തമായി. അവാമി ലീഗിന്റെ തെരഞ്ഞെടുപ്പിലെ വിജയം പട്ടാളം അംഗീകരിച്ചില്ല. കിഴക്കൻ പാകിസ്ഥാനിലെ ജനമുന്നേറ്റത്തെ അടിച്ചമർത്താൻ പട്ടാള ഭരണാധികാരി ജനറൽ യഹ്യ ഖാൻ സൈനിക നടപടികൾ ആരംഭിച്ചു. പാകിസ്ഥാന്റെ യുദ്ധഭീകരതയിൽ എല്ലാം വിട്ടെറിഞ്ഞോടിയവർ അഭയം കണ്ടെത്തിയത് ഇന്ദിരയുടെ ഇന്ത്യയിൽ. The situation is a grave one, and all along the borders troops have been brought closer to the border on the other side, with the result that naturally, in the interest of our own defense, we had to also look to our interests. സൈനിക ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമായി ഉയരാൻ തുടങ്ങി. ഇന്ദിര കരസേനാ മേധാവിയെ വിളിപ്പിച്ചു. സൈനിക നടപടി പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു സാം മനേക് ഷാ. Pouring it into India, and Mrs. Gandhi, in an awful temper, looked at me, read out messages
from the Chief Minister of West Bengal. The thousands of refugees are poured in from the Chief Minister of Assam, the Chief Minister of Tripura. And she looked at me and said, "What are you doing about it?" "Nothing. What's it got to do with me?" She said, "I want you to do something." "What do you want me to do?" She said, "I want you to march into East Pakistan." I said, "That means war." So she said, "I don't mind if it's war." കാരണങ്ങൾ പലതായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയോഗിച്ച സൈനികരിൽ പലരും തിരിച്ചെത്തിയിട്ടില്ല. അവർ തിരിച്ചെത്തുമ്പോൾ മഴക്കാലമാവും. മഴക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ വെള്ളം കയറും. സൈനിക നീക്കത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത സാഹചര്യം. ആയുധങ്ങളുടെ പഴക്കവും മനേക്ഷ ഇന്ദിരയെ ധരിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ ഷായെ ആദ്യ പിടിപ്പിച്ചത് അമേരിക്കയും ചൈനയും ഇടപെട്ടാൽ എന്ത് ചെയ്യുമെന്ന ചിന്തയാണ്. നയതന്ത്ര തലത്തിൽ ധാരണയില്ലാതെ സൈന്യവുമായി ഇറങ്ങിപ്പുറപ്പെട്ടാൽ ശരിയാവില്ല എന്ന് ഇന്ദിരയ്ക്ക് മനസ്സിലായി. സോവിയറ്റ് യൂണിയനുമായി സുരക്ഷാ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരേ സമയം ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇന്ദിരയുടെ ചെക്ക്. As you know, the problem is not an Indo-Pakistan problem. The problem is between the military regime of West Pakistan and the people and the accepted elected representatives of the people of Bangladesh. Any solution which is found must satisfy the people of Bangladesh and, as I said, the people whom they elected not too long ago to represent them. പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത പാടെ ഇന്ദിര ആദ്യം ചെയ്തത് അലഹബാദിലെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രവും നിയമപാരമ്പര്യമുള്ള നയതന്ത്രജ്ഞനുമായ പരമേശ്വർ നാരായണൻ ഹക്സർ എന്ന PN ഹക്സറിനോട് തന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹക്സറാണ് റഷ്യയുമായുണ്ടായിരുന്ന നയതന്ത്ര സൗഹൃദത്തിന് ചുക്കാൻ പിടിച്ചത്. സോവിയറ്റ് യൂണിയനുമായി നിലനിന്നിരുന്ന പഴയ സൗഹൃദ കരാർ പുതുക്കി സുരക്ഷാ കരാറാക്കി. സോവിയറ്റ് ഭരണാധികാരി ബ്രഷ്നേവ് ഈ കരാറിന് എന്നോ തയ്യാറായിരുന്നു. ചേരിചേരാ നയം പറഞ്ഞാണ് ഇന്ത്യ ഒഴിഞ്ഞുമാറിയിരുന്നത്. 1971 ഓഗസ്റ്റിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി കരാറിലെത്തി. പിന്നെ കണ്ടത് റഷ്യയുടെ അകമഴിഞ്ഞ സഹായമാണ്. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്കെതിരെ ഉയർന്ന എല്ലാ പ്രമേയങ്ങളും സോവിയറ്റ് വീറ്റോ ചെയ്തു. I find it disgraceful to my person and to my country to remain here a moment longer than necessary. But I am not boycotting. Impose any decision. Have a treaty worse than the Treaty of Versailles. Legalize aggression. Legalize occupation. Legalize everything that has been illegal till 14th or 15th of December 1971. I will not be a party to it. We will fight. We will go back and fight. My country hearkens for me. Why should I waste my time here in the Security Council? I will not be a party to the ignominious surrender of part of my country. You can take your Security Council. Here you are. I am going. കിഴക്കൻ
ബംഗാളിലെ വെള്ളക്കെട്ട് തരണം ചെയ്യുന്ന കവചിത വാഹനങ്ങൾ ഇന്ദിര സൈന്യത്തിന് വാങ്ങി നൽകി. പുതിയ ആയുധങ്ങൾ സംഭരിച്ചു. സോവിയറ്റ് മാത്രം കൂടെ നിന്നാൽ പോരാ, പൊതുജനാഭിപ്രായം അനുകൂലമാക്കണം. ഇതിനായി വിദേശയാത്രകൾ, ഇടവേളകളില്ലാതെ അഭിമുഖങ്ങൾ നൽകി. ഇന്ത്യയുടെ യുദ്ധമല്ല ഇതെന്ന് ബോധ്യപ്പെടുത്തി. മഞ്ഞുകാലത്ത് സൈനിക നീക്കം നടത്തിയാൽ ഗുണങ്ങൾ ഏറെയാണെന്ന് മനേക് ഷാ ഇന്ദിരയെ ബോധ്യപ്പെടുത്തി. Are you ready? I certainly am not. Then I said, this was about 23rd of April. I said, you know, the Himalayan passes are opening, and if the Chinese give us an ultimatum, then I said, the monsoon will be breaking in a few days' time. And when it rains in that part of the world, it pours. Rivers become like oceans. If you stand on one bank, you can't see the other. My movements will be confined to roads. Because of climatic conditions, the Air Force will not be able to support me. And if I were to go in, I guarantee you 100% defeat. ഈ സമയത്ത് ഹിമാലയത്തിലെ അതിശൈത്യം മറികടന്ന് ചൈനീസ് പട എത്തില്ല. പക്ഷെ എന്നാലും ആശങ്കയുണ്ടായിരുന്നു. ഒരു ധൈര്യത്തിന് വേണ്ടി ഇന്ദിര മോസ്കോയെ വിവരമറിയിച്ചു. ചൈനീസ് നീക്കമുണ്ടായാൽ സോവിയറ്റ് യൂണിയൻ കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് ഇന്ദിരയ്ക്ക് കിട്ടി. നവംബറിൽ മനേക് ഷാ ഇന്ദിരയെ കാണാനെത്തി. എന്തിനും തയ്യാറാണെന്ന് അറിയിച്ചു. ഇന്ദിര ഒരു തീയതി എഴുതിയ കടലാസ് ഷായ്ക്ക് നൽകി. വായിച്ച ശേഷം ആ കടലാസ് കത്തിച്ചു കളഞ്ഞു. ഈ തീയതിക്ക് മുൻപ് തന്നെ പാക് വ്യോമസേന പഞ്ചാബിലെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു. ഇന്ദിര ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. भाइयों और बहनों, पिछले दफे जब इसी जगह में आपके सामने खड़ी थी, वो चुनाव के बाद था. तब भी कुछ उसूलों के लिए, कुछ आदर्शों के लिए हम लड़े थे. एक भारत का चित्र हमने अपने देशवासियों के सामने रखा, सारी दुनिया के सामने रखा, और हमने साबित किया कि भारत की जनता खूब अच्छी तरह से समझती है कि उसको किधर जाना है, कैसा भविष्य अपने लिए बनाना है. आज एक दूसरे तरह की लड़ाई हो रही है. हमारी पहली वो लड़ाई, अगर उसको कह सकते हैं, രണ്ടാഴ്ചയ്ക്കുള്ളിൽ പാക് സൈന്യത്തെ ഇന്ത്യ തകർത്തു. 2000 കൊല്ലത്തിനിടയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം സാക്ഷിയായ ഏറ്റവും വലിയ കീഴടങ്ങൽ നടന്നു. പാക് ഭടന്മാർ കിഴക്കൻ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ തൊട്ടടുത്തുള്ള ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങി. തങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ പൂർണ്ണ
പൂർണ്ണമായും അടിയറവ് പറഞ്ഞതായുള്ള പാകിസ്ഥാന്റെ കുറിപ്പ് ലോകം വായിച്ചു. ഇന്ത്യക്ക് യശസ്സും പാകിസ്ഥാന് തീരാത്ത നാണക്കേടും സമ്മാനിച്ച യുദ്ധത്തിന്റെ അവസാനം. हमने यहाँ भारत में भी 3 वादे किए थे अपनी जनता से. पहले ये कि जो शरणार्थी यहाँ आए हैं वो सब वापस जाएंगे. दूसरा ये कि हम हर तरह से मुक्ति वाहिनी की सहायता करेंगे, बांग्लादेश के लोगों की मदद करेंगे. और तीसरे कि शेख साहब को हम जरूर छुड़वाएंगे जेल से. हमने भी अपने 3 वादे पूरे किए हैं. നിശബ്ദമായ നയതന്ത്രം, ഇന്ത്യൻ താൽപര്യം മാത്രം മുൻനിർത്തിയുള്ള നീക്കങ്ങൾ, സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകാനുള്ള മനസ്സ്, നയതന്ത്രത്തിലെ നൈപുണ്യം, ഇതായിരുന്നു ഇന്ത്യയുടെ ഇന്ദിര. രാഷ്ട്രീയ നേതൃത്വവും സേനയും അഭിപ്രായ വ്യത്യാസമില്ലാതെ, അഥവാ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി ഒറ്റക്കെട്ടായി ഇന്ദിരയ്ക്കൊപ്പം നിന്നു. പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം, വിദേശകാര്യമന്ത്രി സ്വരൺ സിംഗ്, കരസേനാ മേധാവി മനേക് ഷാ, വ്യോമസേനാ മേധാവി പ്രതാപ് ചന്ദ്രലാൽ, നാവിക മേധാവി അഡ്മിറൽ SM നന്ദ, ഇവർക്കെല്ലാം ഒരേ ശബ്ദമായിരുന്നു. യുദ്ധത്തിൽ ഹാജിപീർ മലനിര പിടിച്ചെടുക്കാൻ ഇന്ദിര സൈന്യത്തിന് നിർദ്ദേശം നൽകി. ഇന്നും പാക് സൈന്യത്തിന് കശ്മീരിൽ കാര്യമായ സേനാവിന്യാസം നടത്താൻ സാധിക്കാത്തതിന് കാരണം ഈ മലനിര ഇന്ത്യയുടെ കൈവശമായതുകൊണ്ടാണ്. ഇന്ത്യൻ ടാങ്ക് വ്യൂഹങ്ങൾ പാകിസ്ഥാനിലേക്ക് അതിവേഗം കടക്കുന്നത് കണ്ട ഇന്ദിര ഒരു കാര്യം മനസ്സിലാക്കി. ഇതുപോലെ പാകിസ്ഥാനും ഇന്ത്യയിലേക്ക് കടന്നുവരാം. സിന്ധിൽ നിന്ന് രാജസ്ഥാനിലേക്ക് വളരെ എളുപ്പം കടന്നുവരാം. ഇതേ തുടർന്നാണ് രാജസ്ഥാൻ കനാലിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയത്. ഇന്ന് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെടുന്നു. ഇന്ദിരയ്ക്ക് അധികാരമോഹമാണെന്ന് പട്ടം ചാർത്തിയവർ പോലും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അവർ നടത്തിയ നീക്കങ്ങളെ പ്രശംസിച്ചു. ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരയെ വിളിച്ചു ദുർഗ, ശക്തിയുടെ ദുർഗയെന്ന്. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ദേശീയതയാണ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, വന്ദേ. രാജ്യസ്നേഹത്തിന്റെ കുത്തക അവകാശപ്പെടാനുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. സർജിക്കൽ സ്ട്രൈക്കിന് മോദിയെ വാഴ്ത്തുന്നവർ 1971 ഇന്ദിരയുടെ വിജയം ഓർക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ഇന്ദിരയ്ക്ക് രാജ്യമായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെയാണ് വാജ്പേയിയോട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ഒരിക്കലും മതപരമായ മാനം നൽകരുതെന്ന് ഇന്ദിര അഭ്യർത്ഥിച്ചത്. ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യകാലത്തിൽ ഇല്ലാതിരുന്ന സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ദിരയാണ് 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയത്. രാജ്യത്തിന്റെ വികസനം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയാണെന്ന് ഇന്ദിര തിരിച്ചറിഞ്ഞു. ഇലക്ട്രോണിക്സ് കമ്മീഷൻ രൂപപ്പെടുന്നതും ഈ തിരിച്ചറിവിലാണ്. 1971 യുദ്ധം കഴിഞ്ഞയുടൻ ഇന്ത്യയെ ആണവശക്തിയാക്കാനായിരുന്നു ഇന്ദിരയുടെ തീരുമാനം.
ആണവ നിർവ്യാപനവുമായി പാശ്ചാത്യ ശക്തികൾ എത്തുന്നതിനു മുൻപ് ഇന്ത്യ 1974 ആണവ പരീക്ഷണം നടത്തി. ആണവ ശക്തിയായി ഇന്ത്യയെ അംഗീകരിക്കാതെ ഒരു കരാറിനുമില്ല എന്ന് ഇന്ദിര വെട്ടിത്തുറന്നു പറഞ്ഞു. ആണവായുധം വഹിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ബാലിസ്റ്റിക് മിസൈലുകൾ, അരിഹന്ത് അന്തർവാഹിനി എന്നിവ നിർമ്മിച്ചു. ദക്ഷിണ ധ്രുവത്തിലെ സാധ്യതകൾ മനസ്സിലാക്കി അന്റാർട്ടിക് മിഷൻ ആരംഭിച്ചു. ബഹിരാകാശ വകുപ്പ് ആണവോർജ വകുപ്പിൽ നിന്ന് അടർത്തി മാറ്റി സതീഷ് ധവാനെ അതിന്റെ തലവനാക്കി. ആണവ, മിസൈൽ, എയ്റോസ്പേസ് മേഖലകളിലെ ഇന്ത്യയുടെ കുതിപ്പിന്റെ അടിത്തറ ഇന്ദിരയിൽ നിന്നാണ് തുടങ്ങിയതെന്ന് നിസ്സംശയം പറയാം. 1984 ഏപ്രിൽ 2 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം. അന്ന് രാകേഷ് ശർമ്മയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണം ലോകം കൗതുകത്തോടെയാണ് കേട്ടത്. प्रश्न तो आपसे बहुत से पूछने हैं, लेकिन थोड़े से पूछती हूँ। ज़मीन पर तो आपकी ट्रेनिंग बहुत कठिन रही और एक वैसा ही वातावरण बनाया गया जैसे कि अंतरिक्ष में होता है। अब आप वास्तव में अंतरिक्ष में हैं, तो क्या वैसी ही हालत है या कुछ अलग लग रहा है? जैसे आपने कहा, हमारी ट्रेनिंग बहुत रवीश मल्होत्रा की और मेरी दोनों की ट्रेनिंग काफ़ी मुश्किल थी, मगर अभी हमें आके पता लग रहा है कि ये जो ट्रेनिंग हमें मिली, ये ट्रेनिंग ज़रूरी थी, क्योंकि जब भी हमारी डॉकिंग मनूवर हुआ है बगैर किसी तकलीफ के, हमें तो ऐसे लगा जैसे कि हम सिमुलेटर में ही बैठे हुए हैं। तो ये हमें सब बताता है कि जो ट्रेनिंग हुई है, कड़ी ट्रेनिंग, इसकी ज़रूरत थी, जिसकी वजह से हम बगैर किसी तकलीफ के सक्सेसफुल डॉकिंग कर पाए हैं. ഇന്ദിര ചോദിച്ചു, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയുണ്ട്? സാരേ ജഹാസെ അച്ഛ എന്ന് ചിരിച്ചുകൊണ്ട് രാകേഷ് മറുപടി നൽകി. ऊपर से भारत कैसा दिखता है आपको? जी, मैं बगैर किसी झिझक के कह सकता हूँ कि सारे जहां से अच्छा. और आप क्या महसूस कर रहे हैं? तबीयत अच्छी है? आपको, हमको या अपने परिवार को कुछ खास कहना है? बड़ी मेहरबानी जी, कहना चाहता हूँ कि तबीयत बिल्कुल ही अच्छी है. നെഹ്റുവിന്റെ മകളിൽ നിന്ന് ഉരുക്കു വനിതയിലേക്കുള്ള ദൂരം അത്ര എളുപ്പമായിരുന്നില്ല ഇന്ദിരയ്ക്ക്. ലോകരാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ദീർഘദൃഷ്ടിയാണ് ഇന്ദിരയെ ലോക നേതാവാക്കിയത്. 1971 ഇന്ത്യ പാക് വിജയം എന്നും അഭിമാനമാണ്. പക്ഷേ പിന്നാലെ എത്തിയ അടിയന്തരാവസ്ഥ നൽകിയ രക്തക്കറ ഇന്ദിരയുടെ കയ്യിൽ മായാതെ നിൽക്കും.